ഓം നമോ ഭഗവതേ വിഷ്ണുമായ സ്വാമിനേ നമഃ. വേദിയിലിരിക്കുന്ന പത്മഭൂഷൺ ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം, മറ്റു മഹത് വ്യക്തികളെ, കലാപീഠത്തിലെ വിദ്യാർത്ഥികളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രണാമം. ഭഗവാൻ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹത്താലും ദേവസ്ഥാനത്തിൻ്റെ മുൻ ഉപാസകന്മാരുടെ അനുഗ്രഹത്താലും വിഷ്ണുമായയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ മഹാപുണ്യഭൂമിയിൽ ഇന്ന് മറ്റൊരു മംഗളകൂർമ്മം കൂടി നടക്കാൻ ഇവിടെ പോകുകയാണ്. ദേവസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇതൊരു ആത്മീയ കേന്ദ്രമോ അല്ലെങ്കിൽ ഒരു ആരാധനാലയമോ മാത്രമല്ല, ഇന്നിതൊരു കലാ സാംസ്കാരിക കേന്ദ്രം കൂടിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഈ ക്ഷേത്രവും കലകളെല്ലാം വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. കാരണം ദേവസ്ഥാനത്ത് നടക്കുന്ന കളംപാട്ടുകളും അമാവാസി പൂജകളും അതുപോലെ തന്നെ വിജയദശമി നാളുകളിൽ നടക്കുന്ന കലാപരിപാടികളും ഭഗവാന്റെ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന 15 ദിവസങ്ങളിലായി നടക്കുന്ന നൃത്ത സംഗീതോത്സവവും ഭഗവാന്റെ 5 ദിവസത്തെ ഉത്സവത്തിനെത്തുന്ന മേള വിദഗ്ധരെല്ലാവരും കൂടി ഒരു വർഷം ഏകദേശം 3000-ഓളം കലാകാരന്മാരാണ് ദേവസ്ഥാനത്ത് ഓരോ പരിപാടികളിലായി പങ്കെടുത്തു പോകുന്നത്. ഇവരുടെ എല്ലാം ഒരു സൗഹൃദത്തിലൂടെ എനിക്കൊരു കാര്യം വളരെയധികം മനസ്സിലായി. കാരണം കലാകാരന്മാരും ക്ഷേത്രവും വളരെ ഭക്തിയൊക്കെ ആയിട്ട് ബലപ്പെട്ട് ഇണചേർന്ന് കിടക്കുന്ന ഒരു സംഭവമാണെന്നുള്ളത് നമ്മൾക്ക് നോക്കിയാൽ അറിയാം. ഏതൊരു കലാകാരനും ഭയങ്കര ഈശ്വരവിശ്വാസിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ഈശ്വരവിശ്വാസിക്ക് എപ്പോഴും കലയോടൊരു ആഭിമുഖ്യമുണ്ടായിരിക്കും. അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് 2 വർഷം മുൻപ് ദേവസ്ഥാനത്ത് ഒരു കലാപീഠം അല്ലെങ്കിൽ ഒരു കലാക്ഷേത്രം തുടങ്ങണം എന്നുള്ള ഒരാശയത്തോടു കൂടി 20 കുട്ടികളുമായി ഇതിൻ്റെ ഇന്നത്തെ സംഗീതാധ്യാപകൻ ജയേന്ദ്ര മാഷ് ദേവസ്ഥാനത്തിൻ്റെ ഉള്ളിൽ ഒരു 20 കുട്ടികളുമായാണ് ഈ സംഗീതത്തിനൂടെ തുടക്കം കുറിച്ചത്. പിന്നീട് നമ്മൾക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലാവാൻ കഴിഞ്ഞത്, നമ്മുടെ ഈ ഗ്രാമം കലകളെല്ലാം ആയി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. നമ്മുടെ ഒരു ഗ്രാമത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളെ കൊണ്ട് കുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ പറ്റാത്തൊരവസ്ഥകളുണ്ടെന്ന് മനസ്സിലായപ്പോൾ അടുത്ത വർഷം നമ്മൾ കലാപീഠം, ദേവസ്ഥാനം കലാപീഠം എന്നുള്ള ഒരു പേര് നൽകി അത് ഇവിടെ വരുന്ന ഇനിയുള്ള വർഷങ്ങളിലും തുടർന്നും അതൊരു സൗജന്യ കലാപീഠം ആക്കണമെന്നുള്ളൊരു നിർബന്ധത്തോടു കൂടിയാണ് കഴിഞ്ഞ വർഷം മുതൽ ഡോക്ടർ JP ശർമ്മയെ അതിൻ്റെ ഒരു പ്രിൻസിപ്പാളായി തിരഞ്ഞെടുത്തതും അതിൻ്റെ പ്രധാന അധ്യാപകന്മാരായി ദിവ്യ നിഖിൽ ടീച്ചർ, ജയേന്ദ്ര മാഷ്, SV കൃഷ്ണ, മേളത്തിൻ്റെ വിഭാഗമായിട്ട് ഡോക്ടർ ശുഗപുരം ദിലീപ്, ഡ്രോയിങ് മാഷ്, അതേമാതിരി വയലിൻ ക്ലാസ്സുകൾ, അങ്ങനെ ഉദ്ദേശിച്ചപ്പോൾ ഒരു 8 അധ്യാപകരാണ് ഇന്നിവിടെ ക്ലാസ് എടുക്കുന്നത്. കഴിഞ്ഞ വർഷം 600 കുട്ടികളായിരുന്നു. പക്ഷേ ഈ പുതിയൊരു അഡ്മിഷൻ 400 കുട്ടികളോളമുണ്ട്. അപ്പോൾ 1000 കുട്ടികളാണ് ഈ വർഷം മുതൽ കലാപീഠത്തിൽ അധ്യയനം നടത്താൻ പോകുന്നത്. ഇത്രയും കുട്ടികളെല്ലാം വർദ്ധിച്ചു വരുമ്പോൾ
ദേവസ്ഥാനം ഒരു തീരുമാനമെടുത്തു, ഇത് നമുക്കൊരു വളരെ നല്ല നിലയിൽ തന്നെ ഇത് കൊണ്ടുപോകണം. കാരണം ഇവിടെ പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടിയും അത് എവിടെയാണ് പഠിച്ചത് എന്നുള്ളത് അറിവ് വരുമ്പോൾ അത് ദേവസ്ഥാന കലാപീഠത്തിലാണ് പഠിച്ചത് എന്നുള്ള ഒരു പുറമേക്കുള്ള ഒരു അറിവ് വരുമ്പോൾ നമ്മൾക്ക് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ഉദ്ദേശത്തിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഫിലിയേഷന് വേണ്ടി ഇതൊരു സൊസൈറ്റിയായി നമ്മൾ രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ അഫിലിയേഷനുള്ള കടലാസുകളെല്ലാം നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു യൂണിവേഴ്സിറ്റി തലത്തിൽ നമുക്കിതിനൊരു സർട്ടിഫിക്കറ്റും കേന്ദ്ര ഗവൺമെൻറ് ഒരു സർട്ടിഫിക്കറ്റും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് കൊടുക്കണമെന്നുള്ളൊരു നിർബന്ധത്താൽ അതിനുവേണ്ടി നമ്മളത് പ്രയത്നിച്ചു കൊണ്ടിരിക്കുകയാണ്. വിഷ്ണുമായ അനുഗ്രഹിച്ച് നമുക്കത് നടത്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം ഇവിടെ നമ്മുടെ നാട്ടിലെല്ലാം നമുക്കറിയാം, ക്ഷേത്രത്തോടനുബന്ധിച്ച് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കൂത്തമ്പലമാണ് കലാമണ്ഡലം. അത് കഴിഞ്ഞാൽ വടക്കുന്നാഥിലും, അത് കഴിഞ്ഞാൽ ഗുരുവായൂരിലും, അത് കഴിഞ്ഞാൽ ഇരിഞ്ഞാലക്കുടയിലാണ് കൂത്തമ്പലമുള്ളത്. നമ്മുടെ ഗ്രാമത്തിലൊന്നും നമുക്കങ്ങനെ ചിന്തിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണത്. പക്ഷേ എന്തോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അതിന് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമുണ്ടായി. ആ തീരുമാനത്തിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. ഒരു ഉത്തമ കലകൾ എപ്പോഴും ഒരു ഉത്തമമായൊരു പരിശീലനം കിട്ടണമെങ്കിൽ അതിന് ഒരു ഉത്തമമായൊരു സ്ഥലമുണ്ടായിരിക്കണം. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം നിങ്ങൾക്കറിയാം, നമ്മുടെ ഗ്രാമപ്രദേശത്തൊക്കെ ആണെങ്കിൽ ഒരു ഷെഡിലോ കുറച്ചുകൂടി മാറി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹാളിലൊക്കെയാണ് നടത്താറുള്ളത്, ഒരു ബിൽഡിങ്ങിൻ്റെ ഹാളിലേക്കും. പക്ഷേ ദേവസ്ഥാനത്തിൻ്റെ ഇവിടെ പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭഗവാൻ ശ്രീ വിഷ്ണുമായുടെ തിരുസന്നിധിയിലിരുന്നാണ് പഠിക്കുന്നത്. ഭഗവാൻ സംഗീതപ്രിയനാണ്, നൃത്തപ്രിയനാണ്. അദ്ദേഹത്തിൻ്റെ ആ മണ്ണിലിരുന്ന് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഊർജ്ജം നിങ്ങൾക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കും. പോരാത്തതിന് ഈ കലാപീഠത്തെ നോക്കിയിരിക്കുന്ന 51 അടിയുള്ള ഭഗവാൻ പരമശിവനും ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു നർത്തനപ്രിയനാണ്. എന്തുകൊണ്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാവിധ ഒരു സാഹചര്യങ്ങളും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങളത് പഠിക്കേ വേണ്ടൂ. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇപ്പോൾ പെരിങ്ങോട്ടുകര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറം നാടുകളിലൊക്കെ അറിയാം വലിയ ഒരു ആത്മീയ കേന്ദ്രത്തിൻ്റെ സ്ഥലമാണെന്ന്. പക്ഷേ ഈ കുട്ടികളുടെ അഡ്മിഷനും വരുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ഒരു കാര്യം തീർത്തു പറയാൻ പറ്റും. നാളെ ചിലപ്പോൾ ഒരു പക്ഷേ കേരളത്തിൽ പെരിങ്ങോട്ടുകര എന്ന ഗ്രാമം കലാഗ്രാമമായിട്ടായിരിക്കും കൂടി അറിയപ്പെടുക എന്നുള്ളത്. എന്തായാലും ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിച്ചു കൊണ്ടുപോകണില്ല. ഇവിടെ മേഡത്തിൻ്റെ അതിൽ ചടങ്ങുകളൊക്കെ നടക്കാനുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തെക്കുറിച്ച് JP ശർമ്മ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എനിക്ക് പറയുവാനുള്ളത്, അവർ നേരത്തെ JP പറഞ്ഞ മാതിരി ഒരു നർത്തന മയൂരം അല്ലെങ്കിൽ ഒരു കലാനിപുണ അല്ലെങ്കിൽ ഒരു ദേവത, നൃത്തദേവത എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും ജീവനുണ്ടാവട്ടെ, എല്ലാവർക്കും ആരോഗ്യം സമ്പൽ സമൃദ്ധിയും വിഷ്ണുമായ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ എല്ലാവർക്കും